DK മുരളി സർ, സ്വർണം കട്ടവനെയും കട്ട മുതൽ വാങ്ങിയവനെയും ഒന്നിച്ച് ഇസഡ് കാറ്റഗറിയിൽ കഴിയുന്ന സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തിച്ച കൂട്ടരാണ് സാർ ഇവർ. എന്നിട്ടാണ് സാർ ഈ സമരാഭാസം. സാർ, ജനാധിപത്യത്തെ വെല്ലുവിളിക്കുകയാണ് സാർ ഇവര്. സംശയമൊന്നും വേണ്ട, മുമ്പിൽ റിമൂവ് ചെയ്യും, ഒരു സംശയം വേണ്ട. DK മുരളി സാർ, ഇവരാര് ചട്ടമ്പിമാരാ? കവല ചട്ടമ്പിമാരാ ഇവര്? ഇത്തരം ഭീഷണികൾക്ക് വഴങ്ങുമെന്നാണ് കരുതിയിരിക്കുന്നത്. ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. ചോദ്യം സാർ, ഇത്തരത്തിൽ ജനാധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നുണകളുടെ പ്രവാഹം സൃഷ്ടിച്ച് ഈ നാടിനെ തന്നെ അവമാനപ്പെടുത്തുന്ന ഈ UDF-നെ ജനങ്ങൾ തള്ളിക്കളയാൻ പോവുകയാണ് സാർ. ഇത്ര നാണം കെട്ടൊരു സമര പരിപാടി ഈ കേരളത്തിൽ ആദ്യമായിട്ടാണ് സാർ. ഇവിടെ പാർലമെന്ററി മിനിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ ഒരു അടിയന്തര പ്രമേയത്തിന് വിഷയം പോലും കിട്ടാതെ അവസാനിപ്പിച്ച ഒരു സമരം വീണ്ടും തട്ടിപ്പൊക്കി എടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ് സാർ. ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് സാർ. ചോദ്യോത്തര വേളയിലൂടെ ഈ നാടിന്റെ പ്രശ്നങ്ങൾ ഉന്നയിക്കാനുള്ള ഞങ്ങളുടെ അവകാശത്തെയാണ് സാർ ഇവർ ചോദ്യം ചെയ്യുന്നത്. സാർ, അങ്ങ് ശക്തമായി ഇക്കാര്യത്തിൽ ഇടപെടണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. സാർ, കടുത്ത അവഗണന റെയിൽവേ വിഷയങ്ങളിൽ, റെയിൽവേ വികസനത്തിന്റെ കാര്യത്തിൽ കേന്ദ്രത്തിൽ നിന്ന് നേരിടുന്ന ഈ സന്ദർഭത്തിലും റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കിയതും പുതിയ പാലങ്ങളുടെ നിർമ്മാണം ആരംഭിക്കുന്ന കാര്യത്തിലും മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ് സാർ ഈ കേരളത്തിലെ ഗവൺമെന്റ്. ഇനി ഈ വർഷം എത്ര മേൽപ്പാലങ്ങളുടെ നിർമ്മാണം ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത് എന്നറിയിക്കാൻ കഴിയുമോ? കേരള നിയമസഭയിൽ പ്രതിപക്ഷം നടത്തുന്ന ഈ തരത്തിലുള്ള ജനാധിപത്യത്തിനെതിരെയുള്ള ഈ കടന്നുകയറ്റത്തിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം അറിയിക്കുകയാണ് സാർ. സാർ, ഓരോ ലെവൽ ക്രോസും നിർമ്മിക്കുന്നതിന് ഈ സർക്കാർ കാണിക്കുന്ന ഒരു ഇച്ഛാശക്തി ഉണ്ട് സാർ. സാർ, UDF-ന്റെ കാലത്ത് അവർ എത്ര മേൽപ്പാലങ്ങൾ ROBകൾ പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട് സാർ? എത്ര തുക മുടക്കിയിട്ടുണ്ട് സാർ? എത്ര അടിപ്പാതകൾ നിർമ്മിക്കുന്നുണ്ട്? ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ഒന്ന് ചാലഞ്ച് ചെയ്യുന്നു സാർ. അത് ഒന്ന് താരതമ്യം ചെയ്യാമോ? ഇവിടെ ലെവൽ ക്രോസുകളിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ, ആളുകൾക്ക് അവിടെ സമയം എത്ര യാത്രയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി സാർ, ഓരോ ജീവനും വിലപ്പെട്ടതല്ലേ സാർ? ഓരോ ജീവനും വിലപ്പെട്ടതാണ്. അപ്പൊ ആ നിലയിൽ ഈ സർക്കാർ എടുക്കുന്ന ROBകൾ നിർമ്മിക്കുന്നതിനും അടിപ്പാതകൾ നിർമ്മിക്കുന്നതിനും എടുക്കുന്ന ചരിത്രത്തിൽ ഏറ്റവും വലിയ ഇടപെടലാണ് സാർ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇത് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ നിന്നുള്ളൊരു ഒളിച്ചോട്ടമാണ് വാസ്തവത്തിൽ ഇവിടെ പ്രതിപക്ഷം നടത്തുന്നത് സാർ. സാർ, ബഹുമാനപ്പെട്ട അംഗം ചോദിച്ച ഇനി എത്ര മേൽപ്പാലങ്ങളുടെ നിർമ്മാണം ആരംഭിക്കാൻ ലക്ഷ്യമിടുന്നു എന്ന് ചോദിച്ചു അദ്ദേഹം. സാർ, നിലവിൽ 26 റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം RBDCK, KRDCL എന്നിവ വഴി പുരോഗമിക്കുന്നുണ്ട്. പാവങ്ങാട് ROB, പുതുക്കാട് ROB, പുതിയകാവ് ചക്കുവള്ളി ROB തുടങ്ങിയവ ആരംഭിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.